ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു പ്ലംബിംഗ് വർക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇതൊരു 500 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ്. ഇതിന് PVC പൈപ്പുമായി ബന്ധിപ്പിക്കാൻ ഒരു ടാങ്ക് കണക്ടർ ഫിറ്റ് ചെയ്യണം. ടാങ്കിന് ഹോൾസ് ഇടുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലുള്ള ഹോൾസോ കട്ടറുകളാണ് ഉപയോഗിക്കാറ്. ഇത് പല അളവിൽ നമുക്ക് ലഭിക്കും. ഇത് 1.5 ഇഞ്ചിൻ്റെയും 1 ഇഞ്ചിൻ്റെയും ആണ്. ടാങ്ക് കണക്ടർ എത്ര ഇഞ്ചാണോ എന്ന് നോക്കി അതിനനുസരിച്ച് വേണം നമ്മൾ ഹോൾസോ കട്ടർ തിരഞ്ഞെടുക്കാൻ. ഇതാണ് ടാങ്ക് കണക്ടർ. ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. യൂണിയൻ ടൈപ്പ് ടാങ്ക് കണക്ടർ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു വെക്കാനൊക്കെ സുഖമാണ്. എന്തെങ്കിലും ഒരു പൈപ്പൊന്നും മുറിക്കാതെ തന്നെ ടാങ്കിനെ അഴിച്ചാടുന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അളവിനാണ് നമ്മൾ ഹോൾസോ കട്ടർ വെച്ചിട്ട് ടാങ്ക് ഹോൾസ് ഇടേണ്ടത്. അപ്പോൾ ഇതാണ് 1.5 ഇഞ്ചിന് കണക്ക് വരിക. അപ്പോൾ അതിൻ്റെ വാഷർ വെച്ചാൽ നമുക്കതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിന് കണക്കായിട്ട് ഹോൾസ് എടുത്താൽ മതി. ഹോൾസോ കട്ടർ ഉപയോഗിച്ച് ഹോൾസ് എടുക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് ഡാമേജ് ഒന്നും കൂടാതെ തന്നെ ഹോൾസ് എടുക്കാൻ സാധിക്കും നമുക്ക്. ടാങ്ക് ഹോൾസ് എടുക്കുന്നത് ഹോൾസോ കട്ടർ ഉപയോഗിച്ച് തന്നെ ഹോൾസ് എടുക്കണം, അല്ലെങ്കിൽ ഇത് കീറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹോൾസോ കട്ടർ ഉപയോഗിച്ച് തന്നെ ടാങ്ക് ഹോൾസ് എടുക്കണം. ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നായി ഇതിലേക്ക് ഷെല്ലൊക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഷെല്ലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചുറ്റിലും നല്ല വൃത്തിയിൽ ഷെല്ലൊക്കെ തേച്ച് കൊടുക്കുക. ഷെല്ലൊക്കെ തേച്ചതിന് ശേഷം അത് ത്രെഡ് സീൽ ടാപ്പും കൂടി ചുറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ലൂസ് ഉണ്ടാവും. ടാങ്ക് കണക്ടർ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഹോൾസോ കട്ടർ ഹോൾസ് എടുത്താൽ ചെറിയൊരു ലൂസ് ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലായിട്ട് ത്രെഡ് സീൽ ടാപ്പ് ചുറ്റി കൊടുക്കണം. അപ്പോൾ നല്ലവണ്ണം ചുറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലും ഷെല്ലൊക്കെ തേച്ച് കൊടുക്കണം. ഇത് ഫുള്ളായിട്ട് ഷെല്ലൊക്കെ തേച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ത്രെഡിലവിടെ പിടിച്ച് നിന്നോളും. ലീക്കൊന്നും അധികം വരാതെ നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗത്തും അതുപോലെ തന്നെ ഷെല്ലൊക്കെ തേക്കണം. അപ്പോൾ അതിലും നല്ല വൃത്തിയായി ഉൾഭാഗത്തൊക്കെ ഷെല്ലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം. ഇതുപോലെയാണ് ഷെല്ലൊക്കെ ഇട്ടാലുണ്ടാവുക. ഇതുപോലെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് അടിയിൽ നിന്ന് ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മേലെ നിന്ന് ഇതുപോലെ തിരിച്ച് അവിടെ ടൈറ്റ് ആക്കാൻ പറ്റും. കൈ കൊണ്ട് തന്നെ ടൈറ്റ് ആക്കിയാൽ മതിയാവും. കൈ ടൈറ്റ് തന്നെ മതി. ഇതിന് പൈപ്പ് റെഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. ലീക്കൊന്നും ഇല്ലാതെ കിട്ടും. അതിനുശേഷം പൈപ്പ് ഫിറ്റ് ചെയ്യേണ്ട യൂണിയനും കൂടി അവിടെ ഫിറ്റ് ചെയ്യുക. ഇതിലാണ് പൈപ്പ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ യൂണിയൻ ടാങ്ക് കണക്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ടാങ്കിലേക്ക് മോട്ടറിൽ നിന്ന് വെള്ളം വന്ന് വീണ്ട ഇൻലെറ്റ് പൈപ്പ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനും ഒരു ഹോൾസ് ഇവിടെ എടുക്കണം. അപ്പോൾ അതിനിതാ 1 ഇഞ്ചിൻ്റെ ഹോൾസോ കട്ടർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടി എടുക്കണം. അടുത്തതിന് ടാങ്കിലേക്കുള്ള ഇന്നും ഔട്ടും PVC പൈപ്പ് അടിക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റ് ഹോൾസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ മെഷീൻ വെച്ച് നമ്മൾ ഹോൾസ് എടുത്തതിന് ശേഷം അതിലേക്കൂടിയാണ് പൈപ്പ് ഇറക്കുക. ടാങ്കിൽ നിന്നും പൈപ്പ് ഇറക്കുന്നത് ഈ ഹോൾസിലെ കൂടിയാണ്. അപ്പോൾ ഇവിടെ 3 ഹോൾസ് എടുക്കാനുണ്ട്. ഇപ്പം മുകളിലത്തെ ഒരു ഹോൾസ് എടുത്തു കഴിഞ്ഞു. ഇനി താഴെ രണ്ട് ഹോൾസും കൂടി എടുക്കാനുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. ഇതുപോലെ ഇനി നമുക്ക് താഴെയും ഹോൾസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഹോൾസിൽ നേരെ ആയിരിക്കണം അടുത്ത ഹോൾസ് എടുക്കേണ്ടത്. അപ്പോൾ പൈപ്പ് അടിക്കുമ്പോഴൊക്കെ നല്ല വൃത്തിയിൽ അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടാണ് ഹോൾസ് എടുക്കുന്നത്.
ഇതിൻ്റെ മുകളിലേക്ക് ഇനി ടാങ്ക് കയറ്റണം. ടാങ്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ല നിരപ്പായ സ്ഥലമായിരിക്കണം. നമുക്ക് ഇവിടെ നല്ലൊരു പണി കിട്ടി. ഇവിടെ ജില്ലിക്കല്ലൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു, നല്ല മൂർച്ചയുള്ള ജില്ലിക്കല്ല് തന്നെ. അതിൻ്റെ മുകളിൽ ടാങ്ക് വെച്ചാൽ ഉറപ്പായിട്ടും ടാങ്കിന് കീറി വീഴും. അതുകൊണ്ട് നമ്മളെന്താണ് ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് എംസാൻഡും സിമൻറ്റൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് പ്ലാസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. ആ സ്ഥലം ടാങ്ക് വെക്കേണ്ട സ്ഥലം മാർക്ക് ചെയ്ത് അവിടെ പ്ലാസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പണിയിലാണ്. ഇതുപോലെയാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്തത്. അപ്പോൾ കുറച്ച് ഇതിൻ്റെ വെള്ളം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ടാങ്ക് എടുത്ത് വെക്കാവൂ, അല്ലെങ്കിൽ ടാങ്ക് അതിനെ പോലെ പിടിച്ചു പോകും. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഉണങ്ങിയതിന് ശേഷമാണ് ടാങ്ക് എടുത്ത് അതിനെ പോലെ വെച്ചത്. ഇനിയിപ്പോൾ ഈ ടാങ്ക് കണക്ടറും ഈ താഴോട്ടേക്ക് ഇറക്കിയ പൈപ്പും തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. അതിനായിട്ട് ടീ ഉപയോഗിച്ച് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ അത് ജോയിൻ്റ് ചെയ്തിട്ട് കാണാം. ഇതുപോലെയാണ് ഞാനിവിടെ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തത്. ഇതിൽ ഒന്നാമത്തെ പൈപ്പ് ഇതിൻ്റെ ഓവർഫ്ലോ ആണ്, ടാങ്ക് ഓവർഫ്ലോ ആണ്. രണ്ടാമത്തേത് ടാങ്കിന് ഔട്ട്ലൈൻ എടുത്തത്. മൂന്നാമത്തേത് ടാങ്കിലേക്ക് മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പാണ്. ഇതാണ് ഇതിൻ്റെ ഓവർഫ്ലോ. ഇത് നേരെ താഴത്തേക്കാണ് വിട്ടിട്ടുള്ളത്. താഴത്തെ സ്ലാബിലേക്ക് വിട്ടിട്ട് അവിടെ നിന്നാണ് ഇത് ഓവർഫ്ലോ പുറത്തേക്ക് പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ നിന്ന് വീഴുമ്പോൾ ഇതൊരു 6 മീറ്ററിന് മുകളിലുണ്ട്. അപ്പോൾ അത്രയും ഉയർത്തുന്ന വെള്ളം ഓവർഫ്ലോ വന്ന് വീഴുമ്പോൾ അവിടെ ചളിയൊക്കെ തെറിച്ച് ചുമരിനൊക്കെ തെറിച്ച് വൃത്തികേടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് താഴത്തെ സ്ലാബിലേക്ക് ഇറക്കി വിടുക. ഇതുപോലെ താഴത്തേക്ക് കൊണ്ടുവന്ന് താഴത്തെ സ്ലാബിൽ നിന്നും പുറത്തേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് അത്ര ഉയരത്തിൽ നിന്ന് വീഴില്ല, കുറച്ച് ദൂരോട്ട് തെറിച്ചങ്ങ് പോകും. അപ്പോൾ ചളിയൊന്നും അങ്ങനെ തെറിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇതുപോലെയാണ് ഞങ്ങൾ ചെയ്യാറ്. ഇവിടെ മോട്ടറിൽ നിന്ന് ടാങ്കിലേക്കും അത്യാവശ്യം വന്നാൽ അത് പുറത്തേക്കും എടുക്കേണ്ട ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് 2 വാൾവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് മോട്ടറിൽ നിന്നും നേരിട്ട് വരുന്ന പൈപ്പ്. അപ്പോൾ ഇത് നേരെ ഒന്നാമത്തെ വാൾവ് വഴി മുകളിലെ ടാങ്കിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതിവിടെ ക്ലോസ് ചെയ്താൽ ഈ പൈപ്പ് വഴി താഴോട്ടേക്കാണ് വെള്ളം വരിക. അപ്പോൾ ഈ വാൾവ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഇതിലേക്ക് കൂടി വെള്ളം എടുക്കാൻ പറ്റും. 1 ഇഞ്ച് ഓസന് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ വെള്ളം മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന അതേ പവർ തന്നെ നമുക്ക് വെള്ളം പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആവശ്യം കഴിഞ്ഞാൽ ഈ വാൾവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ക്ലോസ് ചെയ്താൽ നേരെ ടാങ്കിലേക്ക് തന്നെ വെള്ളം പോയി വീഴും. അപ്പോൾ അത്യാവശ്യത്തിന് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.